റാഷിദിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.25 വർഷമായി. പേര് സാങ്കല്പികമാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ് എന്നല്ലേ? 1.25 വർഷമായിട്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല, ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് ഉദ്ധാരണത്തിന് വേണ്ടി ചില മരുന്നുകളൊക്കെ കഴിച്ചു നോക്കി, ഒരു പ്രയോജനവും ഉണ്ടായില്ല. അങ്ങനെയാണ് ആ ഡോക്ടർ തന്നെ 2 വട്ടം മരുന്ന് കൊടുത്തതിന് ശേഷം ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ വന്നപ്പോൾ പറഞ്ഞു, ഇനി ഇവിടുന്ന് ചികിത്സിച്ചിട്ട് കാര്യമില്ല, നിങ്ങളങ്ങ് പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോക്കോ, അവിടെ ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നു, ഞങ്ങൾ ടെസ്റ്റുകൾ ചെയ്തു. ഈ ടെസ്റ്റുകൾ ചെയ്തപ്പോൾ കണ്ട ഒരു കാര്യം, പെനീസിൻ്റെ സ്കാൻ ചെയ്തു. പെനീസിൻ്റെ സ്കാനിലൊക്കെ നോർമലാണ്, പെനീസിനകത്തേക്ക് നോർമലായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ട്, ലീക്കില്ല, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, സ്ട്രക്ചറലി നോർമലാണ്, എല്ലാം നോർമലാണ്. പിന്നെ എന്താണ് പ്രശ്നം? ഇപ്പോൾ ലാബ് റിസൾട്ട് വന്നപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അദ്ദേഹത്തിൻ്റെ റാൻഡം ബ്ലഡ് ഷുഗർ 682 ആണ്. കേട്ടുകേൾവിയില്ല. ഒരു 140 താഴെ നിൽക്കേണ്ട സംഗതിയാണ് 600 മുകളിലേക്ക് പോയിരിക്കുന്നു. അപൂർവമായിട്ട് മാത്രം കാണുന്ന ചില സംഗതികളാണ്. മാത്രമല്ല HbA1c 14.8 ആണ്, 14.8. HbA1cയുടെ നോർമൽ എന്ന് പറയുന്നത് 6 വരെയാണ്. ഒരു 6 to 6.5 വരുമ്പോൾ ബോർഡർ ലൈൻ ഡയബറ്റിസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് എന്നൊക്കെ പറയും. ഒരു 6.5 മുകളിൽ പോയാൽ മരുന്ന് കൊടുക്കാറുണ്ട് ഫിസിഷ്യൻസ്. ഇനി ഷുഗറുള്ള ആൾക്കാരോട് പറയുന്നു ഒരു 7 താഴെ HbA1c നിർത്തണം. 8 മുകളിൽ പോയാൽ 8.1 മുകളിൽ പോയാൽ യാതൊരു കൺട്രോളുമില്ല. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 14 മുകളിലേക്ക് 15 HbA1c എത്തിയിരിക്കുന്നു. HbA1c എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ചെയ്ത ദിവസം മുതൽ പുറകോട്ട് നോക്കിയാൽ കഴിഞ്ഞ 3 മാസത്തെ ശരീരത്തിലെ ഷുഗറിൻ്റെ ആവറേജാണ്. അപ്പോൾ ഇത്രയും ഷുഗർ കൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഉദ്ധാരണം കിട്ടിയാൽ അത്ഭുതമാണ്. അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ ഷുഗർ കൺട്രോൾ ചെയ്താൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം തീരും. അങ്ങനെ ഞങ്ങളുടെ ഡയബറ്റോളജിസ്റ്റിനെ കാണിച്ചു, മരുന്ന് കൊടുത്തു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ഷുഗർ കുറഞ്ഞു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, അതായത് ഉദ്ധാരണത്തിന് മരുന്ന് കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞത് ഷുഗർ കൺട്രോൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ മരുന്ന് തരാമെന്നാണ് അന്ന് കണ്ട യൂറോളജിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഈ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് നോർമലായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ഇപ്പോൾ പലരും പിന്നീട് ഷുഗറിൻ്റെ ഹിസ്റ്ററി കൂടുതൽ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഡോക്ടറെ ഒരു 3-4 വർഷം മുമ്പ് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അന്നൊരു ഡോക്ടറെ കണ്ടു, മരുന്ന് എഴുതി തന്നു, ഞാൻ 1 മാസം കഴിച്ചു നിർത്തിക്കളഞ്ഞു. പിന്നെ വിചാരിച്ചു 1 മാസം കഴിഞ്ഞപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ നോർമലായി, അതുകൊണ്ടങ്ങ് നിർത്തി, പിന്നെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഷുഗറിൻ്റെ കാര്യത്തിലൊരു പനി വരുന്ന പോലെയല്ല, അത് അങ്ങനെ മാറിപ്പോകുന്ന രോഗമല്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കും. അതുകൊണ്ട് തന്നെ ഷുഗറുള്ളവർ അത് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുകയും ചികിത്സിക്കുകയും ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സയിലൂടെ ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് കോമണായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ചിലർക്ക് ഇജാക്കുലേഷനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കുക. അത് ഉദ്ധാരണക്കുറവിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.